സമയം പുലർച്ചെ 6 മണി. ഇതാണ് ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻ. ശ്രീനഗറിലേക്കുള്ള ടാക്സി പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ടാക്സി ബുക്ക് ചെയ്യാൻ നിൽക്കുന്നത്. 4 പേരായി വന്ന ഞങ്ങളിപ്പോൾ 7 പേരായിട്ടാണ് ടാക്സി കയറുന്നത്. കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഞാനാണ് മുന്നിലിരിക്കുന്നത്. ജമ്മു മുതൽ ശ്രീനഗർ വരെ 280 കിലോമീറ്ററാണ്. ബനിഹാൽ എന്ന സ്ഥലം വരെ ടാക്സിയിൽ പോയിട്ട് അവിടെ നിന്ന് ശ്രീനഗറിലേക്ക് ട്രെയിനിൽ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട ഒരു സൈനികൻ ടാക്സി ഷെയർ ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയും ചെറിയ കുട്ടിയും ഒപ്പമുണ്ട്. ഒരു സൈനികൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ നിരസിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഒരു കോഴിക്കോടുകാരനെയും റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്നും കിട്ടി. മഞ്ഞ് കാണണമെന്ന ഒറ്റ ആഗ്രഹവുമായി വന്ന ഒരാൾ. അങ്ങനെ വലിയവർ 7 പേരായി വണ്ടിയിൽ. 8000 7ആയി ഡിവൈഡ് ആയതുകൊണ്ട് ടാക്സി കൂലി വലിയ ബാധ്യതയായില്ല. കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുകയാണ് എല്ലായിടത്തും. ദൂരെ മലനിരകളിൽ മഞ്ഞുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ആർമി വാഹനങ്ങൾ ഒരുപാട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ അപകടം നിറഞ്ഞ റോഡാണെന്ന് ഡ്രൈവർ പറഞ്ഞു. റോഡരികിലെ ഒരു കടയിൽ വണ്ടി നിർത്തി. തണുപ്പിൽ നല്ലൊരു മസാല ചായ, കൂടെ അവർ തന്നൊരു റൊട്ടിയും. ഇനി ഒരു അത്ഭുത എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലിലൂടെ നമ്മൾ പോകുകയാണ്. 9.28 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ഡ്രൈവർ ബൈ ഇരുട്ടിൽ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. മഴ ഒരു പൊടിക്ക് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. സത്യത്തിൽ പേടിയാകും ഇത്തരം റോഡിലൂടെ പോകാൻ. തീപ്പെട്ടിക്കൂടുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ വീടുകൾ. പാറക്കല്ലുകൾ ഉരുണ്ട് വീഴാതിരിക്കാൻ ഒരു കവചം പണിത് തന്നിരിക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം കാഴ്ചകൾ. മലകളിൽ വ്യത്യസ്തമായ കാഴ്ചകളാണ്. അത് കാണാൻ ഞാൻ വിൻഡോ തുറക്കും. തണുപ്പും മഴയും ഉള്ളിലോട്ട് കയറുമ്പോൾ വണ്ടിയിലുള്ളവർ അടയ്ക്കാൻ പറയും. ഒരു ചെറു ഗ്യാപ്പിലൂടെയാണ് ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഈ വീടുകളുടെ കാഴ്ച കണ്ട് അന്തം വിടുക എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഈ വീടുകളിലേക്കുള്ള വഴി ഏതാണ്? നല്ല തണുപ്പ്. ഏതോ യൂറോപ്യൻ രാജ്യത്ത് എത്തിയ പോലുള്ള കളർ കോമ്പിനേഷൻ. ഇതൊരു തുരങ്കമല്ലെന്നും നമ്മൾ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണെന്നും ചിന്തിച്ചു നോക്കിക്കേ. റോഡരികിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന നമ്മുടെ പട്ടാളക്കാരെ കാണാൻ സാധിക്കും. ശ്രീനഗർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു വിമാനം നമുക്ക് കാണാം. ഇവിടെയുള്ള കടകളുടെയും വീടുകളുടെയും മുന്നിൽ പലക കഷ്ണങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. പിന്നെയല്ലേ കാര്യം പിടികിട്ടിയത്? ഇത് നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ ആണ് ഇരിക്കുന്നത്. ഇവിടെ ബാക്ക് ഫാക്ടറികൾ കുറച്ചധികം ഉണ്ട്. സൈന്യത്തിന്റെ വലിയൊരു വാഹന വ്യൂഹം നമുക്ക് കാണാൻ സാധിക്കും. മരങ്ങളിൽ ഒന്നും തന്നെ ഇലകളും പൂക്കളും ഇല്ല. ഞങ്ങൾ അവിടെ വന്നിറങ്ങി. യു ലുക്ക് ലൈക്ക് എ ഫിലിം സ്റ്റാർ. നല്ല തണുപ്പാണ്. ഞങ്ങളെയും കൂട്ടി ഷബ്രൂസ് ഭായ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഹൗസ് ബോട്ടിലേക്കാണ്. കശ്മീരിലെ മെയിൻ നദിയായ ജലും നദിയിലെ ഹൗസ് ബോട്ടിലാണ് ഞങ്ങൾ വരും ദിവസങ്ങളിൽ താമസിക്കുന്നത്. 0 ഡിഗ്രീന്റെ അടുത്താണ്. ജാക്കറ്റിന്റെ അടിയിൽ ടീഷർട്ട്, അതിന്റെ അടിയിൽ തെർമൽസ്, ഇതേപോലെ തന്നെ താഴെയുണ്ട്. ചൂട് കടല വാങ്ങിട്ട് കഴിച്ചിട്ട് പോവാ. ഞാനൊരു സെറ്റർ കൂടി കൊണ്ടുവന്നിരുന്നു. അതുകൂടി ഇടേണ്ടി വരുമോ എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ സ്ഥിതി. സ്ട്രീറ്റിലെത്തിയ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടു. എന്തൊരു വൃത്തി! യൂറോപ്യൻ നഗരങ്ങൾ പോലെ തന്നെ നമ്മൾ കണ്ടു പഴകിയതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് പോളോ വ്യൂ സ്ട്രീറ്റ്. ഈ ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഇന്ത്യൻ സ്ട്രീറ്റ് ആണെന്ന് ആരും തന്നെ പറയില്ല. കശ്മീർ വരുന്നവരെല്ലാം സ്നോ ആണ് കാണിക്കാറുള്ളത്. സിനിമാ പ്രൊഡക്ഷൻ ഒക്കെ അനുവദിക്കുമെങ്കിൽ ഇതൊരു വിദേശ രാജ്യമായി ഈസിയായി ചീറ്റ് ഷോട്ട് എടുക്കാൻ സാധിക്കും. നല്ല മഴയും പെയ്യാൻ തുടങ്ങി. അതോടെ കുത്തുന്ന രീതിയിലുള്ള തണുപ്പായി. ഒരു ചായ കുടിച്ചേ പറ്റൂ എന്ന അവസ്ഥയിലെത്തി ഞങ്ങൾ. അങ്ങനെ ചായ പറഞ്ഞു. നല്ല അടിപൊളി ചായ. ഇതൊരു വുഡൻ ബ്രിഡ്ജ് ആണ്. ഇവിടുത്തെ ഒരു നല്ല ഫുഡ് സ്പോട്ടാണിത്. നല്ല കുറേ ഫുഡ് ഐറ്റംസ് ഇവിടെ ലഭിക്കും. ഫുഡ് അടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. ചെലും നദിയിലെ കാഴ്ചയും കണ്ട് ഈവനിങ് അടിപൊളിയാക്കാം. നമുക്കുള്ള ഷവർമയും ടെക്കയും വന്നു. അപ്പോഴേക്കും ഞങ്ങളത് വേഗത്തിൽ തന്നെ കഴിച്ചു. ഇനി റൂമിൽ കയറുക, പുതപ്പിന്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി ഉറങ്ങുക. അതാണ് ലക്ഷ്യം. കശ്മീരിന്റെ അടുത്ത വിശേഷം ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ.